സോ ഹലോ ഗൈസ്, ഇറ്റ്സ് മീ യുവർ മല്ലു ജി ടി ഗെയിമർ. സോ ഗൈസ്, നമ്മുടെ മല്ലു ജി ടി ഗെയിമറിൻ്റെ ചാനലിലെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 3ലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഫുൾ അയൺ ടൂൾസ് ആയിട്ടുണ്ട് നമ്മൾ ഓഫ് ക്യാമറയിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്ത്. അതുപോലെ തന്നെ എൻ്റെ വീട് കണ്ടോ, നല്ല മാറ്റമുണ്ട്. വീട് ഞാൻ കുറേ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് നിങ്ങളൊന്ന് കാണിച്ചു തരാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു ഫുഡ് സോഴ്സിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എപ്പിസോഡ്. അപ്പോൾ ഞാൻ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീട് കാണിച്ചായിരുന്നു. ഇതാണ് വീട്. ഞാൻ കുറേ നേരം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ സെറ്റ് ചെയ്തതാണിത്. ഇത് കണ്ടോ, നമ്മുടെ വീട്ടിലിതാണ്. ഇവിടെ ഒരു ചെറിയ വെള്ളം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ചെയ്തേ ഉള്ളൂ. ഈ ഒരു വൈകുന്നേരത്ത് ഞാൻ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടെ 2 സ്റ്റെയർ കേസ് ഉണ്ട്. ഈ ഒരു സ്റ്റെയർ കേസ് ഒരു കയറി കഴിഞ്ഞാൽ നമുക്ക് മേളിലെത്താൻ പറ്റും. നമ്മൾ പെട്ടെന്ന് രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമുക്ക് നേരെ മേളിൽ പോവാം. പിന്നെ ഈ ഒരു സ്റ്റെയർ കേസ് ആണെങ്കിൽ നമുക്ക് താഴോട്ട് പോവാം. പിന്നെ താഴെ ഞാൻ കുറേ സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കിടില സ്റ്റോറേജ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഇന്ന് സെറ്റ് ചെയ്തതാണ്. ഇതിങ്ങനെ ഉണ്ട് സ്റ്റോറേജ്. ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഇവിടെ സ്മെൽറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ കുറേ മൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ഇതിൻ്റെ താഴെ ഞാൻ മൈനിങ് ഏരിയ സെറ്റ് ചെയ്തില്ലായിരുന്നു. അവിടെ ഞാൻ മൈൻ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ അയൺ കിട്ടി. അവിടെ ഒരു കേവ് ഉണ്ടായിരുന്നു. അതൊന്ന് ലൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ അയൺ കിട്ടി. അവിടെ നിന്നാണ് ഞാൻ ഡീപ്പ് സ്ലൈറ്റ് വെച്ചിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ രാത്രി പോകണം. അപ്പോൾ നേരെ കിടന്ന് ഉറങ്ങാം. മതി. ഇവിടെയൊക്കെ കണ്ടോ, ഞാൻ ലീവ്സൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ട്രാപ്പ് ഡോറും ലീവ്സും ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരെ കിടന്നുറങ്ങിയേക്കാം. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റോറേജ് നമ്മുടെ വെളിയിരുന്ന എല്ലാ ഐറ്റംസും നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചും കൂടെ എനർജറ്റിക്കാണ് കഴിഞ്ഞ വീഡിയോയിനെക്കാട്ടിലും. അപ്പോൾ പിന്നെ നമുക്ക് ഫുഡ് സോഴ്സ് ഒന്ന് തീരുമാനം ഉണ്ടാക്കണം. അതും കൂടെയാണ്. നിങ്ങൾ തമ്പ്നെയിലിൽ കണ്ട ഒരു ഫോട്ടോ ഒരു മിനിറ്റ്. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ പില്ലർ ചെയ്ത് കയറിയിട്ട് നമ്മളെ ഒരു ഹൈഡ് ഹാൻഡും HUDയും വെച്ചിട്ട് സെറ്റ് ചെയ്ത സംഭവമാണ്. കിഡിലായിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ചും കൂടെ ലാൻഡേൺസ് സെറ്റ് ചെയ്യണം. അതിന് അയണില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലാൻഡേൺ മേളിലൊക്കെ വെച്ച് ട്രാപ്പ് ഡോറൊക്കെ ഞാൻ ഇന്നലെ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഫുള്ള് മരം നട്ട് വെച്ചത് എനിക്ക് ഫാം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മൾ ഇപ്പോഴത്തെ ഫുഡ് ഫാം. പിന്നെ ഒരു 44 ബ്രെഡ് എവിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വില്ലേജ് കുറച്ചും കൂടെ നമ്മുടെ വില്ലേജിൽ കുറച്ചും കൂടെ പോയപ്പോൾ നമുക്ക് കുറേ ബെയിൽ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. കുറച്ചും കൂടെ നമ്മുടെ ബേസിൽ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതുവഴി നേരെ പോകുമ്പോൾ ഒരു പ്ലാറ്റ്ഫോം കണ്ട ഞാൻ സെറ്റ് ചെയ്തതാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഇത്രയും വലിയൊരു സ്ഥലമാണ് വില്ലേജർ ബ്രീഡറിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ ഇന്ന് രാവിലെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും വലിയ സ്ഥലത്താണ് വില്ലേജർ ട്രേഡിംഗ് ഹാള്. അങ്ങോട്ട് അല്ല, ഇത് നമ്മുടെ ഫാക്ടറി ഉണ്ടല്ലോ, ഫാക്ടറി ഇല്ലേ, നമ്മുടെ സുധിയണ്ണൻ്റെ ഫാക്ടറി ഐലൻഡ് പോലെ നമ്മൾ ഈ ഒരു സീരീസിൽ ഫാക്ടറി പ്ലോട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ഫാക്ടറി പ്ലോട്ട് അങ്ങോട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിംഗ് ഹാൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു മല ഇടിച്ചിട്ട് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാനാണ് എൻ്റെ മെയിൻ പ്ലാൻ. അപ്പോൾ നമുക്ക് മിക്കവാറും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വില്ലേജർ ബ്രീഡർ സെറ്റാക്കിയിട്ടുണ്ടാവും. വില്ലേജർ ബ്രീഡർ ടൈം ലാപ്സ് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഓഫ് ക്യാമറയിലായിരിക്കും വില്ലേജർ ബ്രീഡർ മിക്കവാറും ഉണ്ടാക്കുന്നത്. കാരണം വീഡിയോ എടുത്തുകൊണ്ട് ബിൽഡ്സ് ഉണ്ടാക്കാൻ നല്ല പാടാണ്. യൂട്യൂബേഴ്സിന് അറിയായിരിക്കും. ഇവിടെ നമ്മുടെ ഈ ഒരു ഹില്ല് ഞാൻ ഫുള്ള് ലൂട്ട് ചെയ്തു. ലൂട്ട് മീൻസ് അതിനകത്തുള്ള കോളും നമ്മുടെ കോപ്പറും അയണും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ സംഭവങ്ങൾ കിട്ടി. പിന്നെ നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മൾ പിന്നെ എന്താണ് ചെയ്യാനുള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ വെറുതെ എപ്പിസോഡ് ഇട്ടാണ്. കാരണം ശനി ഞായർ ഒരു എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇടാമല്ലോ. പിന്നെ എക്സാംസ് വരികയാണ്, അതുകൊണ്ട് തന്നെ വീഡിയോസ് കുറേ. പിന്നെ ഇവിടെ ഒരു കിട്ടില്ല ഈ ഒരു വെള്ളച്ചാട്ടം ഞാൻ സെറ്റ് ചെയ്തതാണ്. ഇതൊരു വാട്ടർ കേവ് ആണ്. ഞാൻ ഇവിടുന്ന് ചാടിക്കും. നമ്മൾ ഡൈവ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഈ ഒരു സംഭവം ഞാൻ സെറ്റ് ചെയ്തത് കേട്ടോ. ഇതിൽ കൂടെ കയറി നമ്മൾ മേളിലെത്തിക്കഴിഞ്ഞാൽ ഒരു കിടിലം സംഭവമാട്ടോ. ഇത് ഞാൻ സെറ്റ് ചെയ്തതാണ്. ഇതെന്തായാലും കൊള്ളാം. ബട്ട് ഒരു കുഴി നാച്ചുറലായിട്ട് വന്നതാണെങ്കിൽ ഒരു വെള്ളച്ചാട്ടം ഞാൻ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഒരു കേവ്സൊക്കെ ഞാൻ ലൂട്ടല്ല, സോറി, അതിൻ്റെ പേരെന്തായിരുന്നു, എന്തോ ഒരു വേർഡ് ഉണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇത്രയും വലിയൊരു ഫാം ഐലൻഡ് ഞാൻ വെറുതെ ഉണ്ടാക്കിയാണ്. കാരണം ഇതൊക്കെ ഇങ്ങനെ ഇത് വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ നമ്മുടെ വില്ലേജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് ഞാൻ കഴിക്കുന്നതിനിടയ്ക്ക്.
അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റാക്കൂ. താഴോട്ട് പോകുന്നു. പിന്നെ ഇവിടെ നമുക്കൊരു ഫെൻസ് കെട്ടണം. അത് ഞാൻ നോക്കുകയാണ്. ഞാൻ മെയിനായിട്ട് ബേക്ക്ഡ് പൊട്ടാറ്റോ കഴിക്കാനാണ് ആലോചിക്കുന്നത്. പിന്നെ ബ്രെഡ് ഇപ്പം തീരും. ബിക്കോസ് നമ്മുടെ ഹേ ബേയിൽ ഇച്ചിരിയും കൂടെ ബാക്കിയുള്ളൂ. അതെന്തായാലും അടുത്ത് തന്നെ തീരും. ഓക്കെ, നമുക്ക് സീഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സീഡ് നട്ട് വെക്കാം ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സീഡ് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെയാണ് പരിപാടി. പിന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാൻ പ്ലാൻ. യവൻ വന്ന് യവനെ തല്ലിക്കൊല്ലേ. എനിക്ക് ലീശ ഭയങ്കര ആവശ്യമുണ്ട്. ചാവടെ യവ ഒരുത്തനെ കൊന്നാൽ മതി. ഓക്കെ, ലീശ എനിക്ക് നിങ്ങളെ കൊല്ലാൻ താല്പര്യമില്ല. ഞാൻ ഇറങ്ങി ഓടുക, നിങ്ങളവിടെ നിന്ന് തുപ്പിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. അയ്യോ, ലാഗായല്ലോ. ഓക്കെ, ഈ ഒരു ആൻഡസൈറ്റ് വെച്ചിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ആൻഡസൈറ്റിൻ്റെ ഈ ഒരു വാൾ നമ്മുടെ ഒരു ഇതായിട്ട് സെറ്റ് ചെയ്യുക, അതായത് താങ്ങായിട്ട് നിർത്തി. ഞാൻ എല്ലാ സൈഡിലും ചെയ്തിട്ടുണ്ട് ആൻഡസൈറ്റിൻ്റെ ബോൾ. അത് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫാക്ടറി പ്ലോട്ട് എങ്ങോട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഈ ഫാക്ടറി പ്ലോട്ട് അതെ ഈ ഒരു സൈഡൊന്ന് നിരപ്പാക്കിയിട്ടാണ് നമ്മുടെ ഫാക്ടറി പ്ലോട്ട് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ആദ്യം വിചാരിച്ച് ഇവിടെ വീടുണ്ടാക്കാമെന്ന്, ബട്ട് അത് വേണ്ട. നമ്മൾ അങ്ങനെയും ഫാക്ടറി പ്ലോട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. വില്ലേജ് വേണ്ട, അത്യാവശ്യം നല്ല ദൂരത്ത് വേണം. പിന്നെ ട്രെയിനിങ് ഹാള് നമ്മളെ ആ ഒരു ഈ ഒരു മലയല്ല, ഇവിടെ കോപ്പറൊക്കെ ഇരിക്കുന്നത്. ഈ ഒരു മല കണ്ടില്ല, ഈ ഒരു ഹില്ല് നമ്മൾ അതിനകത്ത് തുരന്നായിരിക്കും നമ്മൾ വില്ലേജർ ട്രെയിനിങ് ഹാള് സെറ്റാക്കാൻ പോകുന്നു. അത് നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഓഫ് ക്യാമറ ഗ്രൈൻഡ് ചെയ്ത് ഇത്രയും കണ്ടാൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഇനി ഫ്രീ ആകുമ്പോൾ ഗ്രൈൻഡ് ചെയ്യും. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ചു തരുന്ന നിങ്ങൾക്ക് കുറച്ച് ബോറായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാണിച്ചു തരാം. പിന്നെ ഇൻറ്റീരിയർ എനിക്ക് ചെയ്യാൻ ഐഡിയ ഇല്ല ഗൈസ്. ഇൻറ്റീരിയർ ഞാൻ ഏതെങ്കിലും ട്യൂട്ടോറിയൽ നോക്കി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ബിക്കോസ് എനിക്കൊരു ഐഡിയ ഇല്ല ഇൻറ്റീരിയർ എന്ത് ചെയ്യുമെന്ന്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ലാൻറ്റേൺസ് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ അയൺ പെട്ടി എടുത്തിട്ട്, അയണല്ല, നമ്മൾ എല്ലാ മിനറൽസും ഉള്ള പെട്ടി എടുത്തതിന് ശേഷം നമ്മുടെ ടോർച്ച് ഇവിടെ ടോർച്ച് എൻ്റെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ പേരെന്തായിരുന്നു, ഇത് ലാൻഡ് അത് ലാൻഡേൺ സെറ്റ് ചെയ്യാം. ഓക്കെ, 61 ഒരു സ്റ്റാക്ക് 4. അപ്പോൾ നമുക്ക് 8 ലാൻഡേൺ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 8 ലാൻഡേൺ ഉണ്ടാക്കിയേക്കാം. ഒരെണ്ണം കൂടെ ആയിക്കഴിഞ്ഞാൽ 15 ആവും. ഇനി വേണ്ട, കൂടിപ്പോവും. 3 ലാൻഡേണും കൂടെ ഉണ്ടാക്കിയേക്കാം. എൻ്റെ അയൺ തീർന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു അയൺ മൈനിങ്ങിന് വേണം. അപ്പോൾ എൻ്റെ ഇപ്പം 31 റോ ആണ് ഇരിപ്പുണ്ട്. നമ്മൾ സ്മെൽറ്റ് ചെയ്യാൻ സ്മെൽറ്റിങ് ഏരിയ ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ കുറച്ച് ബുദ്ധിപൂർവ്വം ചെയ്തതാണ്. ഞാൻ ആദ്യം ഇതിൻ്റെ മേളിലാണ് ഒരു ഐറ്റം ഫ്രെയിം വെച്ചത്. ബട്ട് നമുക്കത് തുറക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തു. ഇത് ഫുൾ ബ്ലോക്ക് അല്ല, ഇത് നമ്മുടെ എന്താ പറയുക, ഇതിന് പേരുന്ന സ്റ്റെയറാണ്. അപ്പോൾ സ്റ്റെയറിൻ്റെ മേലിൽ ഇത് സെറ്റ് ചെയ്ത് ഇതാകുമ്പോൾ നമുക്ക് നല്ല പൊളിയായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ സീരീസിൽ പണ്ടത്തെ ലെറ്റ്സ് പ്ലേയിൽ ഇതിൻ്റെ മേളിലാണെന്ന് വെച്ചാൽ അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ശല്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ബുദ്ധിപൂർവ്വം കളിച്ചത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ലാൻറ്റേൺസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരെണ്ണം, നമുക്കിനി അങ്ങേറ്റത്ത് ഒരെണ്ണം, പിന്നെ മിഡിൽ ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്തേക്കാം. മിഡിൽ ഏകദേശം എവിടെ വരും, ഇവിടെ സെറ്റ് ചെയ്താലോ. അപ്പോൾ മിഡിലായിട്ട് ഇവിടെ നമ്മൾ കണക്ക് കൂട്ടി, ഇവിടെ അല്ല, ഇവിടെ ഇരിക്കട്ടെന്നാ പിന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ 2 സ്ഥലത്തും വെച്ചിട്ടുണ്ട്. പിന്നെ അതെ ഇവിടെയും വെക്കണം. അങ്ങനത്തെ അവിടെ ഞാൻ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചാലോ, ഇതിൻ്റെ മണ്ടയ്ക്ക് എങ്ങനെ കയറും? അല്ലെങ്കിൽ വേറെ ഐഡിയ, നമുക്കൊരു കാര്യം ചെയ്യും. ഇവിടെ ഒരെണ്ണം, അല്ലെങ്കിൽ വേണ്ട, ഇവിടെ വേണ്ട, വേറൊരു നൈസ് ഐഡിയ കിട്ടി. അപ്പോൾ നമുക്ക് ഇത് രണ്ടും പൊട്ടിച്ച് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പൊട്ടിച്ച് മാറ്റിയിട്ട് ഇവിടെ ഒരെണ്ണം, ഇതിവിടെ ഒരെണ്ണം, അത് തന്നെ ഇതിവിടെ ഒരെണ്ണം, ഇതിവിടെ ഒരെണ്ണം. അതുപോലെ തന്നെ നമുക്ക് ഇതിവിടെയും കൂടെ സെറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിവിടെ ഒരെണ്ണം, പിന്നെ ഇതിവിടെയും കൂടെ. അപ്പുറത്തേക്കുള്ള ലാൻഡാണ് ഇപ്പോൾ വേണ്ട. ഇപ്പം നല്ല രസമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി തമ്മിലിടുക. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എനിക്ക് ഈ ഒരു സ്ഥലത്ത് എന്തെങ്കിലും മീനിനെ പിടിച്ചിടാൻ ആഗ്രഹമുണ്ട്. ബട്ട് ഞാൻ ഓഷൻ കണ്ടുപിടിച്ചിട്ടില്ല.
റിവറും കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി മീനിനെ ഇപ്പോൾ പോയി കണ്ടുപിടിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ ഒരു ട്രീ ഫാർമിങ് നിർത്തി കേട്ടോ. ബിക്കോസ് ഞാൻ അങ്ങോട്ടതൊരു ഫോറസ്റ്റ് ബയോം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ ഇഷ്ടംപോലെ ട്രീസ് ഉണ്ട്. നമുക്കിനി അവിടെ പോയി വെട്ടാവുന്നതാണ്. നമ്മുടെ വീട് ഇപ്പോൾ ഒരു രക്ഷയില്ലാതെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ഞാൻ വില്ലേജർ ബ്രീഡറായിരിക്കും സെറ്റാക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്തായാലും നൈസ് സംഭവിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ലീഷ് ഒന്ന് കൊണ്ടുപോകട്ടെ. അപ്പോഴത്തേക്ക് ഞാൻ ഊട്ടറോടെ അപ്പോഴത്തേക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഇഷ്ടപ്പെടുകയും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തതിന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കുക. അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്തൊരു കിലോമീറ്റർ ആയിട്ട് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ റോഡ് ടു 100 സബ്ബാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു കിലോമീറ്റർ ആയിട്ട് കാണാം. എല്ലാവർക്കും തന്നെ ബായ്.